ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നിങ്ങൾക്ക് 18 വയസ്സായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വോട്ടർ ഐ ഡി അപ്ലൈ ചെയ്യാൻ പറ്റും. വോട്ടർ ഐ ഡി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങൾ ആവശ്യമാണ്. നിങ്ങളെ ആധാർ കാർഡ്, ഫോട്ടോ, ഫോൺ നമ്പർ, ഈ 3 കാര്യം വേണം. ഞാൻ പറയുന്ന ഓരോ സ്റ്റെപ്സ് കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, വോട്ടർ ഐ ഡി എങ്ങനെ അപ്ലൈ ചെയ്യാൻ നമുക്കിന്ന് കാണാം. വരും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങളെ ബ്രൗസറിൽ പോയിട്ട് voters.eci ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റിൽ കാണുന്ന voters.service പോർട്ടൽ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ഇൻ്റർഫേസ് ഇതേപോലെ ഉണ്ടാകും. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ മുകളിൽ ഇവിടെ കാണുമ്പോൾ ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ എന്ന് കിടക്കുന്നുണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് ഫോം നമ്പർ 6 ഫില്ല് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് അനക്ഷർ ഡിയും കൂടെ ഫില്ല് ചെയ്യേണ്ടി വരും. രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയും. നിങ്ങൾക്ക് ഇവിടെ 18 വയസ്സായിട്ടുണ്ടെങ്കിൽ അഥവാ നിങ്ങൾക്ക് 18 വയസ്സാകാൻ കുറച്ച് മാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് സൈൻ ഇൻ ചെയ്യേണ്ടി വരും. സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ കാണാൻ സൈൻ അപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഫോൺ നമ്പർ കൊടുക്കേണ്ടി വരും. അതിനുശേഷം ഇമെയിൽ ഐ ഡി കൊടുക്കേണ്ടി വരും. അതിനുശേഷം നിങ്ങൾ ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ആധാർ കാർഡിൽ കിടക്കുന്ന പേര് ഇവിടെ അടിച്ചു കൊടുക്കുക. ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം ആൻഡ് സെൻഡ് OTP എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒരു OTP വരും. ആ OTP ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് വെരിഫൈ ചെയ്യുക. ഇപ്പൊ നിങ്ങൾ അക്കൗണ്ട് വന്നിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്യാപ്ച കൊടുക്കുക. എന്നിട്ട് റീസെന്റ് OTP എന്ന് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ നമ്പറിൽ ഒരു OTP വരും. ആ OTP ഇവിടെ വെരിഫൈ ചെയ്ത് കൊടുക്കുക. ലോഗിൻ ആയി വരുമ്പോൾ ഇതേപോലെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആകും. ഇവിടെ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫോം നമ്പർ 6 ക്ലിക്ക് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യേണ്ടി വരും. ഇപ്പം നമുക്ക് രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് നമുക്ക് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് വന്നിട്ട് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരണം. ഇവിടെ നിങ്ങൾക്ക് നമ്പർ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ അസംബ്ലി സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏതാണ് അസംബ്ലി ഉള്ളത് ആ അസംബ്ലി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട. ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മളെ കോഡ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. ഇവിടെ നിങ്ങളെ ഫസ്റ്റ് നെയിം ആൻഡ് മിഡിൽ നെയിം കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ നിങ്ങളെ പേര് വിജയ് A കുമാർ എന്ന് കിടക്കുന്നുണ്ടാവും. അതിന്റെ അർത്ഥം വിജയ് A വന്നിട്ട് ഫസ്റ്റ് നെയിം ആൻഡ് മിഡിൽ നെയിമിൽ കൊടുക്കുക. സർ നെയിം വന്നിട്ട് കുമാർ എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പം താഴത്തെ കോളത്തിൽ നിങ്ങൾ മലയാളത്തിൽ നിങ്ങളെ പേര് അടിച്ചു കൊടുക്കുക. ഇത് നമ്മൾ മുകളിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ പേര് വന്നിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ ലാംഗ്വേജിലേക്ക് മാറും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് തിരുത്താൻ പറ്റും. ഓക്കെ, ഇവിടെ കീബോർഡ്സിന്റെ ഓപ്ഷനും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ നിങ്ങളെ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ ഇവിടെ ചോദിക്കുന്നുണ്ട്. 4.5 സെന്റിമീറ്റർ ഇൻറ്റു 3.5 സെന്റിമീറ്റർ വരെ സൈസ് ഇരിക്കണം. എന്നിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ 2 MB അകത്ത് തന്നെ ഉണ്ടാകണം. 2 MB അകത്തുണ്ടായി തന്നെ അപ്ലോഡ് ആകും. അപ്ലോഡ് ചെയ്യുമ്പോൾ JPG അതോ JPEG ഫയലായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഫയലിന് സെലക്ട് ചെയ്തിട്ട് ഈ ഫോട്ടോനെ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റും, സൂം ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ ചെയ്തിട്ട് സേവ് എന്ന് കൊടുക്കുക. ഇതേപോലെ നിങ്ങൾ കാണുമ്പോൾ ഹ്യൂമൻ ഫേസ് ഡിറ്റക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് കിടക്കുന്നുണ്ടാകും. അതിൽ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ റിലേറ്റീവിന്റെ ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ അച്ഛൻ്റെ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും, അമ്മയുടെ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ ഹസ്ബൻഡിന്റെ വൈഫിന്റെ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. ഞാനിവിടെ അച്ഛൻ്റെ ഡീറ്റെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫാദറിന്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അതേപോലെ നിങ്ങൾ അച്ഛൻ്റെ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് നെയിം ആൻഡ് മിഡിൽ നെയിം നെയിമിന്റെ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾ അച്ഛൻ്റെ ലാസ്റ്റ് നെയിം സർനെയിം കൊടുക്കുക. ഇവിടെ താഴത്തെ 2 കോളത്തിൽ നിങ്ങളെ അച്ഛൻ്റെ പേര് റീജിയണൽ ലാംഗ്വേജിലേക്ക് ഓട്ടോമാറ്റിക്കലി കൺവേർട്ടായി മാറും. ഇവിടെ എല്ലാം ഫിൽ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങൾ സെൽഫിന്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങളെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഇവിടെ സെൽഫ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇമെയിൽ ID ടൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. സെക്ഷൻ ആണ് നിങ്ങൾ ആധാർ ഡീറ്റെയിൽ കൊടുക്കേണ്ടി വരും. ഇവിടെ ആധാറിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആധാറിന്റെ സൈഡിൽ നിന്ന് ഒരു ഓത്തന്റിക്കേഷൻ ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി നിങ്ങൾ ആധാർ കാർഡ് ടൈപ്പ് ചെയ്യണം. നെക്സ്റ്റ് ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. മെയിൽ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ കാലണ്ടറിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് സെറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ് ഇവിടെ കൊടുക്കേണ്ടി വരും, ഒരു ഫോം. അതിന് വേണ്ടിയിട്ട് ഡോക്യുമെന്റ് ഫോർ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ സെലക്ട് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ ആധാർ കാർഡ് സെലക്ട് ചെയ്തു. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പ്രൂഫ് ഡോക്യുമെന്റ് ഇവിടെ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുന്ന ഫയൽ PNG, JPG അതോ PDF ഉണ്ടാകണം. അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഫയൽ നിങ്ങൾക്ക് 2 MB ഉണ്ടാകണം. 2 MB അകത്ത് തന്നെ ഉണ്ടാകണം. ഓക്കെ,
ഇപ്പം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ് ഒന്ന് ഡബിൾ സൈഡ് ആണെങ്കിൽ ഫ്രണ്ടും ബാക്കും ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഫോട്ടോയും ഒരേ ഫയലിൽ മാറ്റി ഒരേ PDF-ലാക്കി നിങ്ങൾക്ക് സെൻഡ് ചെയ്യണം. ഓക്കെ, ഇതേപോലെ നിങ്ങൾ മെർജ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഞാൻ ഓൾറെഡി മെർജ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾ ഇവിടെ പ്രസന്റ് അഡ്രസ് ഡീറ്റെയിൽ ഇവിടെ കൊടുക്കണം. ഇവിടെ നിങ്ങൾ അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ ആധാർ കാർഡിൽ കിടക്കുന്ന അഡ്രസ്സോ അതോ നിങ്ങൾ അതർ ഡോക്യുമെന്റ് ഏതെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നിങ്ങളെ വീട്ടിൻ്റെ പേരും വീട്ടിൻ്റെ നമ്പറും അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ ഏരിയയുടെ നെയിം അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏതാണ് വില്ലേജ് അത് അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ പോസ്റ്റ് ഓഫീസ് ഏതാണ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം പിൻകോഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏതാണ് താലൂക്ക് അത് അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ ഡിസ്ട്രിക്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം സ്റ്റേറ്റ് വന്നിട്ട് ഓൾറെഡി സെലക്റ്റഡ് ആയിരിക്കും. സോ അതിനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നിങ്ങൾ ഡോക്യുമെന്റ് പ്രൂഫിൻ്റെ സെക്ഷനിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ സെലക്ട് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആധാർ കാർഡ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, വേറെ ഏതെങ്കിലും ഡോക്യുമെന്റ് എല്ലാം കൊടുക്കാൻ പറ്റും. സോ ഞാനിവിടെ ആധാർ കാർഡ് കൊടുത്തു. നെക്സ്റ്റ് നിങ്ങൾ ഡോക്യുമെന്റ് ഒരു പ്രൂഫ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഐൻ്റെ ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷനലാണ്, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഈ നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് നിങ്ങളെ ഫാമിലി ഡീറ്റെയിൽ ഇവിടെ കൊടുക്കണം. ഈ ഡീറ്റെയിൽ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിൽ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ നിങ്ങൾ ആരെ മക്കളാണ് എന്ന് ഒരു പ്രൂഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങളെ ഫാമിലി മെമ്പറിൻ്റെ ആരെങ്കിലും പേര് ഇവിടെ കൊടുക്കാൻ പറ്റും. നിങ്ങൾ അച്ഛൻ്റെയോ അമ്മയുടെയോ നിങ്ങൾ അനിയനോ അനിയത്തിയോ ആരെങ്കിലും പേര് ഇവിടെ കൊടുക്കാൻ പറ്റും. അവരുടെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇവിടെ കൊടുക്കേണ്ടി വരും. ഇപ്പം നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ആളുടെ പേര് ഇവിടെ കൊടുക്കണം. എന്നിട്ട് നിങ്ങളെ റിലേഷൻ അവർ നിങ്ങളെ ആരാണെന്നുള്ള ഇവിടെ കൊടുക്കുക. അച്ഛനോ അമ്മയോ ആരാണെന്ന് നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് കൊടുത്ത ആളുടെ എപ്പിക് നമ്പർ മീൻസ് വോട്ടർ ID നമ്പർ ഇവിടെ കൊടുക്കണം. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അനക്സർ Dൻ്റെ ഫോം ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫോം. ഈ ഫോം വന്നിട്ട് ഇന്നോഗ്രേഷൻ ഫോം ഫില്ല് ചെയ്തവർക്ക് മാത്രം തന്നെ വരും. നമ്മൾ നേരത്തെ ഫിൽ ചെയ്തതാണ്, അതുകൊണ്ടാണ് വന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്മിറ്റിൻ്റെ ഓപ്ഷൻ കാണിക്കും. ഇപ്പം നമ്മളിവിടെ ഡേറ്റ് കാണിച്ചിരിക്കുന്നത് 2/12/2004. അതിന് ശേഷമുള്ളവർ മാത്രം തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങൾ ഈ ഡേറ്റിൻ്റെ മുമ്പേ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോം നിങ്ങൾക്ക് അപ്ലിക്കബിൾ ഇല്ല. ഇതിനെ നിങ്ങൾ ജസ്റ്റ് അവോയ്ഡ് ചെയ്ത് വിടാം. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ചതാണോ അതോ ഇന്ത്യയുടെ വെളിയിൽ ജനിച്ചതാണോ അതോ നിങ്ങൾ വേറെ ഏതെങ്കിലും സിറ്റിസണിൽ ജനിച്ചതാണോ എന്ന് ചോദിക്കുന്നു. ഇവിടെ നമ്മൾ ജനിച്ചത് ഇന്ത്യയിലാണ്. സോ ഇന്ത്യ എന്ന് കൊടുക്കാം. കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്കൊരു ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിങ്ങളെ ആധാർ കാർഡിന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആണെങ്കിൽ നിങ്ങൾക്ക് വേറെയും ഡോക്യുമെന്റുകൾ കൊടുക്കാൻ പറ്റും. സെലക്ട് ചെയ്ത ഫയലിന്റെ ഡോക്യുമെന്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ചോദിക്കുന്നത് നിങ്ങളെ അച്ഛനും അമ്മയും ഇന്ത്യൻ ആണോ എന്ന് ചോദിച്ചിരിക്കുന്നു. ആണെങ്കിൽ അച്ഛനും അമ്മയുടെയും സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ രണ്ടുപേരെ ഡോക്യുമെന്റ് ഇവിടെ സെലക്ട് ചെയ്യാൻ പറയും. നിങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ ഡോക്യുമെന്റ് പ്രൂഫ് ഇവിടെ കൊടുക്കേണ്ടി വരും. നെക്സ്റ്റ് ഇവിടെ ഡോക്യുമെന്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ആധാർ നമ്പർ ഇവിടെ കൊടുക്കാൻ പറ്റും. ഇവിടെ ആധാറിൻ്റെ ഒരു പ്രൂഫ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും, ഒരു ഫോട്ടോ. നെക്സ്റ്റ് നിങ്ങൾ അമ്മയുടെ ഡോക്യുമെന്റ് കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യാൻ പറയും. ഇവിടെ തമ്പ് കൊടുക്കാം, സിഗ്നേച്ചർ കൊടുക്കാം. ഏതെങ്കിലും കൊടുത്താലും നിങ്ങൾക്ക് 50 KB to 200 KB വരെ ഫയൽ സൈസ് ഉണ്ടാകണം. അതിനുശേഷം നിങ്ങൾ എത്രമാത്രം ആ ഫോട്ടോനെ ക്രോപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്രോപ്പ് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുമ്പോൾ JPG അതോ PNG ഫോർമാറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഈ സെക്ഷൻ നിങ്ങൾക്ക് സംടൈംസ് തന്നെ കാണിക്കും, സംടൈംസ് കാണിക്കൂല. കാണിച്ചാൽ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷൻ ആണ് ഡിക്ലറേഷൻ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജനിച്ച സ്ഥലത്തിൻ്റെ കുറിച്ച് ഇവിടെ പറഞ്ഞു കൊടുക്കണം. ഇവിടെ നിങ്ങൾ ജനിച്ച ഏതാണ് വില്ലേജ് ഏതാണ് ടൗൺ എന്ന് കൊടുക്കുക. അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി സെക്കൻഡ് ഓപ്ഷനിൽ നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ മന്ത് ആൻഡ് ഇയർ മാത്രം ഇവിടെ കൊടുക്കണം. നിങ്ങൾ ഏതാ മാസം ജനിച്ചത് ഏതാ വർഷം ജനിച്ചതെന്ന് ഇവിടെ കൊടുക്കണം. നെക്സ്റ്റ് പ്ലേസിൽ വരുമ്പോൾ നിങ്ങൾ പ്ലേസിൻ്റെ പേര് കൊടുക്കുക. നിങ്ങൾ ഏതാ സ്ഥലത്ത് നിന്ന് ഫോം ഫില്ല് ചെയ്യണോ ആ പ്ലേസിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഡേറ്റ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് കൊടുക്കാം. നെക്സ്റ്റ് ആണ് ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. മുകളിൽ കാണുന്ന സെയിം ടു സെയിം ക്യാപ്ചർ താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സെൻഡ് OTP എന്ന് കൊടുക്കുക. സെൻഡ് OTP കൊടുക്കുമ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒരു OTP പോവും. ആ OTP നിങ്ങൾ ഇവിടെ അടിച്ചു കൊടുക്കണം. ഈ ഫോം നിങ്ങളാണോ ഫിൽ ചെയ്യുന്നത് അതോ വേറെ ആരെങ്കിലും ഫിൽ ചെയ്യുന്നു എന്നൊരു കറക്ഷൻ ആണ്. നെക്സ്റ്റ് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. ഈ ഫോം ജസ്റ്റ് ഒന്നും കൂടെ റിവൈസ് ചെയ്ത് ചെക്ക് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വോട്ടർ ID-ന് അപ്ലൈ ചെയ്യുന്നതാണ്. സോ ഒരു മിസ്റ്റേക്ക് ഇല്ലാതെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടി വരും. നിങ്ങളെ പേര് ഡോക്യുമെന്റ് എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും.
അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കീപ്പ് എഡിറ്റിംഗിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ കാര്യത്തിൽ ഈ ഫോം കറക്റ്റ് ആണ്. സോ എനിക്ക് വേണമെങ്കിൽ ഈ ഫോമിനെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും പറ്റും. നെക്സ്റ്റ് ഇവിടെ ഈ സൈനിൻ്റെ ഒരു കാര്യം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സൈൻ ആൻഡ് സബ്മിറ്റിന്റെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഈ സൈനിങ്ങിലൂടെ നിങ്ങൾക്ക് ഓത്തന്റിക്കേഷൻ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഈ സൈനിങ് ആൻഡ് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഇതേപോലെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആകും. ഇവിടെ നിങ്ങൾ ആധാറിൽ ക്ലിക്ക് ചെയ്തിട്ട് ആധാർ നമ്പർ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ആധാർ നമ്പർ കൊടുത്തതിന് ശേഷം ഇവിടെ ആധാർ OTPയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആധാർ TOTP എന്ന് കിടക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾ ആധാർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് OTP ഇല്ലാതെ തന്നെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ആധാർ OTPയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗെറ്റ് OTPയിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മളെ ഫോണിൽ ഒരു OTP വന്നിട്ടുണ്ട്. ആ OTP നമ്മൾ വെരിഫൈ ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഐ ഹിയർ ബൈ ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സബ്മിറ്റ് എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് റീഡയറക്റ്റ് ആവും. ഇവിടെ വോട്ടർ സർവീസ് പോർട്ടലിൽ റീഡയറക്റ്റ് ആവും. ഇവിടെ ഇ സൈൻ വഴി നമ്മളെ ഫോം വന്നിട്ട് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ടിലൊരു റെഫറൻസ് നമ്പർ ജനറേറ്റ് ആയി വന്നിട്ടുണ്ടാകും. ബേസിക്കലി നമ്മളെ ഫോം വന്നിട്ട് പ്രോപ്പർലി സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഡൗൺലോഡ് അക്നോളജ്മെന്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സ്ലിപ്പ് കാണിക്കും. ആ സ്ലിപ്പിനെ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കണം. വീണ്ടും നിങ്ങൾ പോർട്ടലിൽ വരുമ്പോൾ ഇവിടെ ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റേറ്റസിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു റെഫറൻസ് നമ്പർ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടാവും. ആ നമ്പർ നിങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ട്രാക്ക് ഇവിടെ ഓപ്പൺ ആകും. എങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ കേസിൽ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. ഫോം വന്നിട്ട് സബ്മിറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് കാര്യമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലൂടെ വെരിഫൈ ചെയ്യുന്നത്. BLO വെരിഫൈ ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റേറ്റസിൽ കാണിക്കും. BLO ഫീൽഡ് വഴി വെരിഫൈ ചെയ്ത് അവർ അപ്രൂവ് ചെയ്യും. എപ്പോഴോ അപ്രൂവ് ആകുമ്പോൾ അതിന്റെ സ്റ്റേറ്റസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ ഡൗൺലോഡ് ഈ വോട്ടർ ID കാർഡിന്റെ ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ID കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതിനെ സേഫ് ആയിട്ട് വെച്ചിരിക്കാൻ പറ്റും. ഇതിന്റെ ഒറിജിനൽ വോട്ടർ ID കാർഡ് നിങ്ങൾക്ക് പോസ്റ്റിൽ വരും. സംടൈംസ് 30 ഡേയ്സ് ആകാം, ചിലപ്പോൾ 1.5 മാസം ആകാം, ചിലപ്പം കൂടി പോകാം. ഓരോ സ്റ്റേറ്റ് വൈസ് സംടൈംസ് ഡിലേ ആകാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇതിന് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.